പ്രത്യാശയുടെയും സമാധാനത്തിന്റെയും സന്ദേശം പകർന്ന് ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ ഇന്ന് ക്രിസ്മസ് ആഘോഷിക്കുന്നു. ക്രിസ്മസിനോട് അനുബന്ധിച്ച് ക്രൈസ്തവ ദേവാലയങ്ങളിൽ തിരുപ്പിറവി ചടങ്ങുകൾ നടന്നു. വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബസലിക്കയിൽ നടന്ന ആരാധനാ ശുശ്രൂഷകൾക്ക് ഫ്രാൻസിസ് മാർപ്പാപ്പ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. യേശുദേവന്റെ ജന്മസ്ഥലമായ ബത്ലഹേമിൽ നടന്ന പാതിരാ കുർബാനയിൽ നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. കേരളത്തിലെ വിവിധ ക്രൈസ്തവ ദേവാലയങ്ങളിലും തിരുപ്പിറവി ചടങ്ങുകൾ നടന്നു. ആശയറ്റവർക്ക് പ്രത്യാശയുടെ നിറതിലാവായി, ആലംബഹീനർക്ക് അത്താണിയായി, ബന്ധിതർക്ക് വിമോചനത്തിന്റെ രക്ഷാനുഭവമായി ദൈവപുത്രൻ ഭൂമിയിൽ അവതരിച്ചതിന്റെ ഓർമ്മയിലാണ് വിശ്വാസികൾ ഇന്ന് ക്രിസ്മസ് ആഘോഷിക്കുന്നത്. യേശുദേവന്റെ ജന്മസ്ഥലമായ ബത്ലഹേമിൽ നടന്ന പാതിരാ കുർബാനയിൽ നൂറുകണക്കിന് വിശ്വാസികളാണ് പങ്കെടുത്തത്. വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബസലിക്കയിൽ തിരുപ്പിറവി ദിനത്തിൽ നടന്ന ആരാധനാ ശുശ്രൂഷകൾക്ക് ഫ്രാൻസിസ് മാർപ്പാപ്പ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഉണ്ണിയേശുവിന്റെ തിരുപ്പിറവി ദിനത്തിൽ സംസ്ഥാനത്തെ വിവിധ ക്രൈസ്തവ ദേവാലയങ്ങളിൽ നടന്ന പാതിരാ കുർബാനയിൽ നിരവധി വിശ്വാസികളാണ് പങ്കെടുത്തത്. സുവിശേഷ വായനയ്ക്ക് ശേഷം തിരുപ്പിറവി അറിയിച്ച് പള്ളിമണികൾ മുഴങ്ങി. യേശുവിന്റെ രൂപമെടുത്ത് കാർമ്മികർ ദേവാലയം ചുറ്റി നടത്തിയ പ്രദക്ഷിണമായിരുന്നു തിരുപ്പിറവിയുടെ പ്രധാന ചടങ്ങ്. മെഴുകുതിരികൾ കയ്യിലേന്തി വിശ്വാസികളും പ്രദക്ഷിണത്തിൽ പങ്കാളികളായി. പ്രദക്ഷിണശേഷം പ്രത്യേകം തയ്യാറാക്കിയ പീഠത്തിൽ ഉണ്ണിയേശുവിന്റെ രൂപം പ്രതിഷ്ഠിച്ചു. കൊച്ചി സെന്റ് മേരീസ് കത്തീഡ്രൽ ബസലിക്കയിൽ സംഘടിപ്പിച്ച തിരുപ്പിറവി ആഘോഷങ്ങൾക്ക് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി നേതൃത്വം നൽകി. സെന്റ് ഫ്രാൻസിസ് അസീസി കത്തീഡ്രലിൽ വരാപ്പുഴ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകി. തിരുവനന്തപുരം പട്ടം സെന്റ് മേരീസ് കത്തീഡ്രലിൽ കർദിനാൾ മാർ ബസേലിയോസ് ക്ലിമ്മീസ് കാതോലിക്ക ബാവയും പ്രാർത്ഥനാ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. കരുണയുടെ കരങ്ങളായി നമ്മുടെ കരങ്ങൾക്ക് ഒരു പുതിയ ഊർജം കൊടുക്കേണ്ടതുണ്ട്. കുർബാനയ്ക്ക് ശേഷം വിശ്വാസികൾ കേക്ക് മുറിച്ചും പരസ്പരം സമാധാനം ആശംസിച്ചുമാണ് വീടുകളിലേക്ക് മടങ്ങിയത്. ക്രിസ്മസിന് മലയാള ചിത്രങ്ങൾ റിലീസ് ചെയ്തില്ല. മുന്തിരിവള്ളികൾ തളിർക്കുമ്പോൾ, ജോമോന്റെ സുവിശേഷം, ഫുക്രി, എസ്ര എന്നീ ചിത്രങ്ങളായിരുന്നു ക്രിസ്മസിന് റിലീസ് ചെയ്യാനിരുന്നത്. മോഹൻലാൽ ചിത്രം റിലീസ് ചെയ്യാനിരുന്നത് 160 തിയേറ്ററുകളിലായിരുന്നു. ഈ അവസരം മുതലാക്കി അന്യഭാഷാ ചിത്രങ്ങൾ കേരളത്തിൽ നിന്ന് കോടികൾ വാരുന്നു. 3 ദിവസം കൊണ്ട് ദങ്കൽ കേരളത്തിൽ നിന്ന് നേടിയത് 1 കോടിയാണ്. വിവരങ്ങളുമായി സമീർ വഴങ്ങോട് ചേരുന്നു. സമീർ, ഈ സിനിമയെ സംബന്ധിച്ച് വലിയ പ്രതീക്ഷയാണ് ഈ ഫെസ്റ്റിവൽ സീസൺ നൽകുന്നത്. വലിയ വിപണിയാണ് അത് തുറന്നു നൽകുകയും ചെയ്യുന്നത്. പക്ഷേ ഇത്തവണ വലിയ പ്രതിസന്ധിയാണ് ഇക്കാര്യത്തിൽ ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത്. ഈ 50-50 ഫോർമുല പ്രകാരം എന്താണ് സംഭവിച്ചത് യഥാർത്ഥത്തിൽ? അരുൺ, മലയാളത്തിൽ വെള്ളിയാഴ്ച തിയേറ്ററുകളിൽ എത്തേണ്ടിയിരുന്ന പ്രധാനപ്പെട്ട 4 ചിത്രങ്ങളും ഇപ്പോഴും പെട്ടിയിൽ തന്നെ ഇരിക്കുകയാണ്. നമുക്കറിയാം, ഈ തിയേറ്റർ വിഹിതം പങ്കുവെക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ള ഈ ഒരു പ്രശ്നത്തിന് മന്ത്രിതലത്തിലടക്കം ചർച്ച നടത്തിയിരുന്നെങ്കിൽ കൂടി അതിനകത്ത് ഒരു തീരുമാനത്തിലേക്ക് എത്താനും വിതരണക്കാർക്കും നിർമ്മാതാക്കൾക്കും അതോടൊപ്പം തന്നെ തിയേറ്റർ ഉടമകൾക്കും ഇടയിലുണ്ടായുള്ള ഈ ഒരു ഭിന്നത മറികടന്നുകൊണ്ട് ഈ ഒരു ഉത്സവ നാളുകളിലെങ്കിലും അത്തരം ഒരു പ്രശ്നത്തിനൊരു അന്തിമ പരിഹാരം ഉണ്ടാകേണ്ടതായിരുന്നു. എന്നാൽ ഒരർത്ഥത്തിലും ഒരു നീക്കുപോക്കിന് സംഘടനകൾ ഒന്നും തന്നെ തയ്യാറായില്ല എന്നുള്ള ഒരു പശ്ചാത്തലത്തിലാണ് മോഹൻലാൽ നായകനായിട്ടുള്ള മുന്തിരിവള്ളികൾ തളിർക്കുമ്പോൾ എന്ന ചിത്രം, അതോടൊപ്പം തന്നെ ദുൽഖർ നായകനാവുന്ന ചിത്രം ജോമോന്റെ സുവിശേഷങ്ങൾ, പൃഥ്വിരാജിന്റെ ചിത്രമായിട്ടുള്ള എസ്ര, അതോടൊപ്പം ജയസൂര്യ നായകനായെത്തുന്ന ഫുക്രി എന്നീ ഈ 4 ചിത്രങ്ങളായിരുന്നു ഈ പ്രധാനമായും ഈ ആഘോഷ നാളുകളിൽ ക്രിസ്മസ് സീസണിലേക്ക് എത്തേണ്ടിയിരുന്ന റിലീസ് ചിത്രങ്ങൾ. എന്നാൽ ഈ ഒരു തർക്കം പരിഹാരമാകുന്നതിനെ തുടർന്ന് ഇതെല്ലാം തന്നെ പെട്ടിയിലിരിക്കുമ്പോൾ അന്യഭാഷാ ചിത്രങ്ങൾ വലിയ രീതിയിലുള്ള നേട്ടം ഉണ്ടാക്കുന്നു എന്നുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം കൂടി നമ്മൾ എടുത്തു പറയേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ചും ആമിർ ഖാൻ നായകനായുള്ള ദങ്കൽ ഈ 3 ദിവസം കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളത് 1 കോടിയിലധികം രൂപയുടെ നേട്ടമാണ് ഉണ്ടായിട്ടുള്ളത്. പ്രത്യേകിച്ചും ഈ ഒരു മലയാള ചലച്ചിത്ര മേഖല ഈ മാസം 16-ാം തീയതി മുതൽ ആരംഭിച്ച സമരവുമായിട്ട് മുന്നോട്ട് പോകുന്ന ഈ ഒരു വേളയിൽ അന്യഭാഷാ ചിത്രങ്ങളെല്ലാം തന്നെ വലിയ നേട്ടങ്ങൾ കൊയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നു. ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴും ഈ ഒരു പ്രശ്നത്തിന് ഒരു ശാശ്വതമായിട്ടുള്ള പരിഹാരം ഉണ്ടാക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എടുത്തു പറയേണ്ടിയിരിക്കുന്നത്, ഈ മാസം 16-ാം തീയതി മുതൽ 50:50 എന്ന നിരക്കിൽ
തിയേറ്ററുകളുടെ ലാഭവിഹിതം പങ്കുവെക്കണം എന്നതാണ് തിയേറ്റർ ഉടമകളായിട്ടുള്ള എക്സിബിറ്റേഴ്സ് ഫെഡറേഷന്റെ ആവശ്യം. എന്നാൽ ഇത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ള നിലപാട് നിർമ്മാതാക്കളുടെ സംഘടനയായിട്ടുള്ള പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും വിതരണക്കാരുടെ സംഘടനയായിട്ടുള്ള ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷനും വ്യക്തമാക്കിയിരുന്നു. ഇതേ തുടർന്നാണ് 16-ാം തീയതി മുതൽ നിർമ്മാതാക്കളും വിതരണക്കാരും അനിശ്ചിതകാല സമരം ആരംഭിച്ചിരിക്കുന്നത്. മറ്റു പ്രധാനപ്പെട്ട കാര്യം, ഈ വിധത്തിൽ പോവുകയാണ് എങ്കിൽ ഇനി മറ്റു ഭാഷകളുടെ ചിത്രങ്ങൾ കൂടി എത്തിക്കാതിരിക്കാനുള്ള ശ്രമങ്ങളാണ് നിർമ്മാതാക്കളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക എന്നുള്ള കാര്യം അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം വിതരണക്കാരും വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ ഒരു സമരം ഈ വിധത്തിൽ തുടർന്ന് പോകുമ്പോൾ അതിനൊരു ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം ഉണ്ടാക്കുക എന്നുള്ളതാണ് സർക്കാരിന് മുന്നിലും വലിയൊരു വെല്ലുവിളിയാവുന്നത്. പ്രത്യേകിച്ചും കഴിഞ്ഞ ദിവസം വടക്കാഞ്ചേരിയിൽ ഇതുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തിയിരുന്നു. പക്ഷേ ആ ധാരണയാവാതെ പോയി എന്നതാണ് യഥാർത്ഥത്തിൽ വലിയ പ്രതിസന്ധിയിലേക്ക് കൂടി കാര്യങ്ങൾ എത്തിച്ചു നിൽക്കുന്നത്. ടോമിച്ചൻ മുളകുപാടം അദ്ദേഹം കൂടി നമുക്കിപ്പോൾ നിലവിൽ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ ടോമിച്ചൻ മുളകുപാടം, എങ്ങനെയാണ് ഈ പ്രതിസന്ധിയെ കാണുന്നത്? ആദ്യം നമസ്കാരം, എല്ലാവർക്കും ക്രിസ്മസിന്റെ ആശംസകൾ. ഞാൻ പറയുന്നത്, അതായത് ഇപ്പോൾ നമ്മുടെ സിനിമ തിയേറ്റേഴ്സ് ഉടമകൾ പറഞ്ഞിരിക്കുന്നത് 16-ാം തീയതി മുതൽ 50% കളക്ഷൻ ഷെയർ തരത്തുള്ളൂ എന്ന് പറഞ്ഞാണല്ലോ സമരം തുടങ്ങിയിരിക്കുന്നത്. അതിലറിഞ്ഞ അതായത് ഫസ്റ്റ് വീക്കില് 50%, ഞങ്ങൾക്കിപ്പോ കിട്ടിക്കൊണ്ടിരിക്കുന്നത് 60% കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അത് ഫസ്റ്റ് വീക്കിലെ കാര്യമാണ് പറയുന്നത്. ഒരു സിനിമയുടെ കളക്ഷൻ കിട്ടുന്നത് ഫസ്റ്റ് വീക്കിലാണ്. ആ ഒരു വീക്കിലാണ് അവർ ഈ 50% പറഞ്ഞത്. ആ ഒരു ആഴ്ചയിൽ 10% പോകാന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വൻ ഒരു നഷ്ടമാണ് ഉണ്ടാകുന്നത്. ആ ഒരു കാരണം കൊണ്ടാണ് ഇത്. ഒരിക്കലും ഒരു കാരണവശാലും ഞങ്ങൾക്കത് അനുവദിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. അത് ഇപ്പൊ അറിയാലോ, സിനിമയുടെ പ്രൊഡക്ഷൻ ഒക്കെ കഴിഞ്ഞ 2 വർഷത്തിന്റെ ഒക്കെ ഒരു 40-50% ഇപ്പം കൂടുതലാണ് നമുക്ക്. ഇതെല്ലാം ഞങ്ങൾ തന്നെ ഉണ്ടാക്കി, സിനിമ ഉണ്ടാക്കി കൊടുത്ത് തിയേറ്ററിൽ പിന്നെ കളിക്കാൻ വേണ്ടി ചെല്ലുമ്പോഴാണ് അവർ ഞങ്ങൾക്ക് ഇതുപോലെ ഷെയർ 50% ഇതിലുള്ളതെന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും സമ്മതിക്കാൻ പറ്റുന്നതല്ല. അതുകൊണ്ട് സമരം ഒക്കെ ഞങ്ങൾക്ക് തന്നെ അതിന്റെ ബുദ്ധിമുട്ടുകളുണ്ട്. ഇപ്പൊ 4 സിനിമയാണ് ഇപ്പൊ റെഡി ആയിട്ടിരിക്കുന്നത്. വൻ നഷ്ടമാണ്. ഇപ്പം ഈ സീസൺ പോകുമെന്ന് പറഞ്ഞാൽ വളരെ നഷ്ടമാണ്. എങ്കിലും വെക്കണ്ട, ഇത് നാളെ പടങ്ങൾ ചെയ്യണമല്ലോ. അതുകൊണ്ടാണ് ഇത് കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്. സമരത്തോടുകൂടി അനുകൂലിക്കുന്നതുകൊണ്ടാണ്. അതെ, ഈ സാധാരണ ഈ മേഖലയെ സംബന്ധിച്ച ഫെസ്റ്റിവൽ സീസൺ വലിയ പ്രതീക്ഷയാണല്ലോ. കാരണം അത്തരത്തിൽ വലിയ വിപണിയാണ് തുറന്നു തരികയും ചെയ്യുന്നത്. അങ്ങനെ ആ മേഖലയിലാണ് ഇത്തരത്തിലൊരു വലിയ പ്രതിസന്ധി ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ടുകൂടിയാണ് ചോദിച്ചത്. അതെ, പക്ഷേ ആ ഒരു സീസൺ ടൈം കളയുന്ന ഇത് ഇന്നത്തേക്ക് വേണ്ടി അല്ലല്ലോ. ഇത് നാളെ കണ്ടിന്യൂ ചെയ്യണമല്ലോ. ഈ ഒരു സീസൺ പോയാലും നാളെ മുതൽ പിന്നെ ഇത് തന്നെയല്ലേ ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് എല്ലാവരും അതിനോട് സഹകരിക്കുന്നത്. അപ്പൊ ഇത് ഈ 4 അവര് സംബന്ധിച്ചിട്ടാണ്. അവർക്കും അറിയാം വൻ നഷ്ടം ഉണ്ടായിട്ടുണ്ടെന്ന് അവർക്കും അറിയാം. പക്ഷെ നാളെ പിന്നെ ഈ പടങ്ങൾ വന്നോണ്ടിരിക്കില്ല. ഇതുകൊണ്ട് തീരുന്നല്ലോ. സിനിമ എന്ന് പറയുന്നത് ഇൻഡസ്ട്രി തുടർന്നുകൊണ്ടിരിക്കുന്നതല്ലേ. ഇതിപ്പോ ഇന്ന് ഞങ്ങളെ അനുവദിക്കുകയാണെങ്കിൽ നാളെ മുതൽ അവർ തന്നെ 50%. അത് ഒരിക്കലും അത് ഞങ്ങൾക്ക് സമ്മതി കൊടുക്കാൻ പറ്റുന്നല്ലത്. ഇതിപ്പോ നിർമ്മാതാക്കൾക്കും വിതരണക്കാർക്കും 60%, തിയേറ്റർ ഉടമകൾക്ക് 40%. ഇത് 50-50 ആക്കണമെന്നാണ് എക്സിബിറ്റേഴ്സ് ഫെഡറേഷന്റെ ആവശ്യം. ഇക്കാര്യത്തിൽ പഠിക്കാൻ സമിതിയെ നിയോഗിക്കുന്നതിന്റെ സാധ്യതകളും ഒക്കെ നിൽക്കുന്നുമുണ്ട്. യഥാർത്ഥത്തിൽ എവിടെയാണ് ഇതിന്റെ കാതലായ പ്രശ്നം നിൽക്കുന്നത്? അല്ല, അത് പറഞ്ഞല്ല, അവരോട് ഞങ്ങൾ പറഞ്ഞതാണ്. ഇത് ഇപ്പോൾ പിന്നെ ഇത് നിങ്ങളത് വിട്ടു വയ്ക്കുക. 16-ാം തീയതി എന്നുള്ള വിട്ടിട്ട് നമുക്കൊരു 4-5 മാസക്കാവും ഒരു ചർച്ച വെച്ചിട്ട് 2-3 ചർച്ച വെക്കാം. ചർച്ച വെച്ച് തീരുമാനം ഉണ്ടാക്കുന്ന കാര്യമുള്ളൂ. ഇത് എങ്ങനെ വരണമെന്നൊക്കെ തീരുമാനം. ഇത് അതല്ല. അങ്ങനെ ഈ 2-3 മീറ്റിങ്ങുകൾ നടത്തിയാണ്. പ്രൊഡ്യൂസേഴ്സും ഡിസ്ട്രിബ്യൂട്ടേഴ്സും ചേംബറും എല്ലാവരുമായിട്ട് മീറ്റിംഗ് നടത്തിയാണ്. അപ്പോഴൊക്കെ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരേ ഒരു കാര്യം, ഞങ്ങൾക്കത് സമ്മതിക്കാൻ പറ്റുന്നില്ല. 50% എന്നുള്ള കളക്ഷന് തന്നെ വേണം എന്നൊരു കടുംപാശി പിടിച്ചുകൊണ്ടാണ് ഇതിപ്പോ ഇങ്ങനെ സമരം പോകുന്നത്. ഇതിപ്പോ ഈ സിനിമാ സമരം മുതലെടുത്ത് അന്യഭാഷാ ചിത്രങ്ങളൊക്കെ വലിയ കളക്ഷനാണ് നേടുന്നത്. അതിനെ എങ്ങനെയാണ് കാണുന്നത് നിങ്ങൾ? നാച്ചുറൽ, അതിപ്പോ ഉണ്ടാകുന്നതാണല്ലോ. വലിയ പടങ്ങൾ വരുമ്പോഴത്തേക്ക് അതിന് ആ ഒരു ഫസ്റ്റ് വീക്കിൽ ഒരു കളക്ഷൻ അവിടെ ഉണ്ടാകാറുണ്ട്. ഇപ്പൊ എസ്പെഷ്യലി അവർക്കൊരു നല്ല കാര്യം, പ്രത്യേകിച്ച് മലയാളം നല്ല പടങ്ങളായിരുന്നു. 4 പടങ്ങൾ ക്രിസ്മസ് ഉണ്ടായിരുന്നതാണ്. ദുൽഖറിന്റെ പടം, മോഹൻലാലിന്റെ പടം, പിന്നെ ജയസൂര്യയുടെ സിദ്ദിഖിന്റെ ഒരു പടം. ഇതെല്ലാം നല്ല നല്ല പടങ്ങളായിരുന്നു. അതൊക്കെ ഒരു ഭയങ്കര പ്രതീക്ഷിക്കുന്ന പടങ്ങളാണ് ഇതൊക്കെ. അപ്പൊ അതൊക്കെ വരാഞ്ഞുകൊണ്ട് അന്യഭാഷ ചിത്രങ്ങൾക്ക്, ഈവൻ വിശാലിന്റെ പടമൊക്കെ നല്ല കളക്ഷൻ കയറി പോവുകയാണ്. അതെ, അവരുടെ ഭാഗ്യം. ഈ പൊതുവെ തിയേറ്ററിൽ ടിക്കറ്റ് നിരക്ക് ഉയർത്തിയ ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. രണ്ടാമത്, ഈ നോട്ടിന്റെ പ്രതിസന്ധി വലിയ ഒരളവോളം പ്രതിഫലിക്കുന്നുണ്ട്. ഇത് തിയേറ്ററിൽ നിന്ന് പ്രേക്ഷകരെ ഒരു അളവോളം അകറ്റിയ സാഹചര്യം കൂടിയാണുള്ളത്. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു പ്രതിസന്ധി കൂടി നിലനിൽക്കുന്നത്. ഇത് വലിയ ക്രൈസിസിലേക്ക് കൊണ്ടെത്തിച്ചിട്ടില്ലേ? തീർച്ചയായിട്ടും. അതായത് ഇപ്പൊ ആൾക്കാരെല്ലാം ഈ പുലിയൂര് എന്ന സിനിമ വന്നതോടുകൂടി ആൾക്കാരെല്ലാം തിയേറ്ററിലേക്ക് വന്നോണ്ടിട്ടാണ്. 2-3 പ്രാവശ്യം പുലിയൂര് സിനിമ കേരളത്തിലെ ഒരുപാട് ആൾക്കാരെല്ലാം കാണും.
അപ്പോൾ ജനങ്ങൾ തിയേറ്ററിലേക്ക് ഇടിച്ചു വന്ന ഒരു സമയമാണിത്. ഈ സമയത്ത് ഈ ജനങ്ങളെ തന്നെ അവരുടെ മനസ്സ് മടുപ്പിക്കുന്ന ഒരു കാര്യമാണ് ഇവർ ചെയ്തിരിക്കുന്നത്. അവർ തന്നെ പിന്മാറുകയാണ്. സിനിമയായി കാണാൻ തിയേറ്ററിൽ നിന്ന് നേരത്തെ ഒരു വർഷമൊക്കെ മുമ്പൊക്കെ ഇതായിരുന്നു, ആൾക്കാർ തിയേറ്ററിലേക്ക് വരാനുള്ള സാധ്യത തീരെ കുറവായിരുന്നു. പിന്നെ എല്ലാം നമ്മൾ തന്നെ കൊണ്ടുവന്നതാണ്. തിയേറ്ററിലെല്ലാം ഈ കഴിഞ്ഞ 2016 കുറേ നല്ല പടങ്ങൾ വന്നു, ആൾക്കാർ തിയേറ്ററിലേക്ക് വരാൻ തുടങ്ങിയ സമയമാണ്. ഈ പുലിമുരുകൻ പുലിമുരുകൻ വന്ന ശേഷം തിയേറ്റർ ഫുള്ളായ സമയമാണ്. ഹലോ, യെസ്, പറഞ്ഞോളൂ. പുലിമുരുകൻ ഈ സമയത്ത് തിയേറ്റർ ഫുള്ളായ സമയമാണ്. ഈ സമയത്താണ് ഇങ്ങനെ ഒരു സമരം വന്നു. രണ്ടു കൂട്ടർ, അതായത് ഈ തിയേറ്റർ ഉടമകളുടെ ഭാഗത്തുനിന്നുണ്ടായ ഒരു കടുംപിടുത്തമാണ് ഇത് പറയുന്നത്. അവരുടെ ഒരു കടുംപിടുത്തമാണ് ഞങ്ങൾ പറയുന്നുള്ളൂ. ഇതൊക്കെ നമുക്ക് ചർച്ച ചെയ്ത് തീരുമാനിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അതെ, അതിനൊരു സമയം നടത്തില്ല. അതെ, ഈ ലിബർട്ടി ബഷീർ അദ്ദേഹം കൂടി നിലവിൽ നമുക്കിപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ ലിബർട്ടി ബഷീർ, ഇത് പ്രതീക്ഷിക്കാതിരുന്നതല്ല, ഇത് ഇങ്ങനെ ഒരു ക്രൈസിസ് പ്രതീക്ഷിച്ചിരുന്നതാണ്, അത് സംഭവിക്കുകയും ചെയ്തു. എന്താണ് താങ്കൾ, എങ്ങനെയാണ് പ്രതികരണം? നിങ്ങൾ പറഞ്ഞ കറക്റ്റ്. നമ്മൾ നേരത്തെ കാലത്ത് കൊടുത്താന്ന് മുഖ്യമന്ത്രിക്ക് നമ്മൾ ലെറ്റർ കൊടുത്തിട്ടുണ്ട്, വകുപ്പ് മന്ത്രിക്ക് ലെറ്റർ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് നമ്മൾ ഈ സമരം പ്രഖ്യാപിച്ചില്ല. അതിൽ ഗവൺമെന്റിനോട് ഇടപെടാൻ പറഞ്ഞ് അവർക്ക് അതിന്റെ സമയം കിട്ടിയില്ല. നമ്മുടെ ഒരു സുപ്രഭാതത്തിലെടുത്ത തീരുമാനം നല്ല ഇത്. നമ്മൾ തീരെ നടത്തിക്കൊണ്ടുപോകാനുള്ള വിഷമം കൊണ്ട് എടുത്തത്. അത് ഇവർ മനസ്സിലാക്കുന്നില്ല. ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മളുള്ള ഡിമാൻഡില് ഒരു 10 കോടി ഉറുപ്പിക നെറ്റ് വന്നാൽ മാത്രമാണ് ഒരു 25-30 ലക്ഷം വ്യത്യാസം ഉണ്ടാകാൻ. അതിനുകൊണ്ട് അത് 4 പടം ബ്ലോക്ക് ചെയ്തിട്ട് കോടിക്കണക്കിന് നഷ്ടം വരുത്തിക്കുന്നത്. ഒരു തിയേറ്റർ ഇല്ലെങ്കിൽ ഒരു സിനിമ ഉണ്ടാവും, സിനിമ ഇല്ലെങ്കിൽ തിയേറ്ററും ഇല്ല. രണ്ടു കൂട്ടർക്കും തുല്യമായിട്ട് അങ്ങോട്ടും വേണം. ആ തിയേറ്റർ പല കഷ്ടപ്പാടും അനുഭവിച്ചിട്ടാണ്, അവരും പലയെടുക്കുന്ന കഷ്ടപ്പാട് അനുഭവിച്ചിട്ടാണ്. പക്ഷെ റിലീസിന് ശേഷം റിലീസിന് മുമ്പായിട്ടെല്ലാം പല കഷ്ടപ്പാടും തിയേറ്റർ നടത്തിക്കൊണ്ടുപോകാൻ പറ്റാത്ത ബുദ്ധിമുട്ട് ഗവൺമെന്റിന്റെ ഭാഗത്ത് ഒന്നും കിട്ടുന്നില്ല. കഴിഞ്ഞ ഗവൺമെന്റ് നമുക്ക് തന്ന 2 രൂപ സർവീസ് ചാർജ് അതിന്റെ നടപ്പിലാക്കി തന്നില്ല, അത് ക്യാബിനറ്റ് പാസ്സായാണ്. ഇങ്ങനത്തെ പല വിഷമങ്ങളും ഗവൺമെന്റിന് അറിയാം. നമ്മുടെ മുമ്പിൽ 2 വഴിയല്ല. ഒന്ന് ഗവൺമെന്റ് കഴിഞ്ഞ ഗവൺമെന്റ് തന്ന 2 രൂപ സർവീസ് ചാർജ് അനുവദിക്കുകയാണെങ്കിൽ സമരം പിന്നീട് തയ്യാറാണ്. അല്ലെങ്കിൽ ഈ ഫൈബർ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന്റെ ടേംസ് മാറ്റണം. 2 കാര്യം നമ്മുടെ മുമ്പിലുള്ളത്. ഒരു തിയേറ്ററിന് ഇപ്പോഴത്തെ കറണ്ട് ചാർജും ഡീസൽ ചാർജ്, ശമ്പള വർധനം, പണിക്കാരെ കിട്ടുന്നില്ല. ഈ ടിക്കറ്റ് മെഷീൻ ഒരു പണിക്കാരന് 25,000 രൂപ ശമ്പളം കൊടുക്കുന്നുണ്ട്. എഞ്ചിനീയറിംഗ് പാസ്സായവർക്ക് മാത്രമേ അത് കൈകാര്യം ചെയ്യാൻ പറ്റും. ഈ പണ്ട് കാലത്തിൽ നടന്ന ടിക്കറ്റ് മുറിക്കുന്ന മാതിരിയല്ല ഇപ്പോ. ഡിജിറ്റൽ സംവിധാനം വന്ന സമയത്ത് പഴയ ഓപ്പറേറ്റർമാർക്ക് ഓട്ടം എടുത്തില്ല. അതിനും പഠിച്ച കുട്ടിയോട് വേണം. പണിക്കാർ കിട്ടാനില്ല. പഠിച്ച കുട്ടിയോട് സിനിമ തിയേറ്റർ വന്ന് പണിയെടുക്കുന്നില്ല. ഇതെല്ലാം ഈ ബുദ്ധിമുട്ടെല്ലാം സഹിച്ചിട്ടാണ് നമ്മൾ തിയേറ്റർ നടത്തിക്കൊണ്ടുവന്നത്. ഈ പിന്നെ നേരത്തെ തന്നെ താങ്കൾ സൂചിപ്പിച്ചിരുന്നതാണ്, സമരം അവസാനിപ്പിക്കാൻ എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാണ് എക്സിബിറ്റേഴ്സ് ഫെഡറേഷന്റെ ഭാഗത്തു നിന്ന് എന്നൊരു സൂചന നൽകി. പക്ഷേ ഈ 50-50 എന്ന ഫോർമുലയിലെ താങ്കളുടെ കടുംപിടുത്തമാണ് ഈ വലിയ പ്രതിസന്ധിയിലേക്ക് നയിച്ചതെന്നാണ് ഒരു വിഭാഗം വിമർശനം ഉണ്ടാകുന്നത്. ഒരിക്കലും ഇല്ല. ഒരിക്കലും നമ്മൾ മുഖ്യമന്ത്രിന്റെ മുമ്പിലും വകുപ്പ് മന്ത്രിന്റെ മുമ്പിലും ഇവരുടെ മുമ്പിലും ഇന്ന് സംസാരിച്ചിട്ട് ഒരു ഡിമാൻഡ് വെച്ചാൽ ആ ഡിമാൻഡ് തന്നെ കിട്ടണമെന്ന് നമ്മൾ ഒരിക്കലും പറയില്ലല്ലോ. ഒരു സംസാരിച്ചിട്ട് ഒരു മധ്യസ്ഥം വന്നാൽ നമ്മൾ ആ മധ്യസ്ഥ അനുസരിക്കണമല്ലോ. ഒരു ചർച്ചക്കേ വരില്ല. ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ല. അതിന്റെ വേറെ പിടിവാശിയില്ല. ഒന്നും വിട്ടുവീഴ്ചയില്ല. ഇപ്പം കൂട്ടണമെന്ന് പറയുന്നത്. ഇതിപ്പോ ഇങ്ങനെ അനിശ്ചിതമായി പോയാൽ എന്താണ് ഇതിന്റെ ഒരു സാധ്യത? എവിടെയാണ് ഇതിനൊരു അവസാനം ഉണ്ടാവുക? കാരണം ഒന്നാമത് നോട്ട് പ്രതിസന്ധി നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്, അത് വലിയ ക്രൈസിസ് ഉണ്ടാക്കിയിട്ടുണ്ട്. തിയേറ്ററിൽ ആൾ എത്താത്തൊരു സാഹചര്യം ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ടിക്കറ്റ് ചാർജ് കൂട്ടിയ സാഹചര്യം, തിയേറ്ററുകൾ കൈയൊഴിയുന്നുണ്ട് ആളുകൾ. അങ്ങനെയൊക്കെ വലിയ പ്രതിസന്ധി നിൽക്കുമ്പോഴാണ് ഈ കൂനിന്മേൽ കുരു പോലെ ഈ ക്രൈസിസ് ഉണ്ടാകുന്നത്. നമ്മളിപ്പോ വാദിക്കുന്നത് ഈ ടിക്കറ്റ് ചാർജ് വർധനയ്ക്കെതിരായിട്ട് ഗവൺമെന്റ് ഇടപെടണമെന്ന് എന്റെ ഫെഡറേഷൻ പ്രസിഡന്റിനും വ്യക്തിപരമായിട്ട് ഞാൻ പറഞ്ഞത്. ഈ ടിക്കറ്റ് ചാർജ്, അമിതമായ ടിക്കറ്റ് ചാർജ് വർധനയ്ക്ക് ഗവൺമെന്റ് ഇടപെട്ടിട്ട് ഒരേ രീതിയിൽ ടിക്കറ്റ് ചാർജ് മാളുകളിലും എല്ലാം ഒരേ തരത്തിലാക്കണം. അല്ല, ഇക്കാര്യത്തിൽ ഗവൺമെന്റിന്റെ വടക്കാഞ്ചേരിയിൽ ഇടപെടൽ ഉണ്ടായല്ലോ, 2 കൂട്ടരെയും വിളിച്ച് ചർച്ചയുണ്ടായിരുന്നു. പക്ഷേ അക്കാര്യത്തിലുള്ള ധാരണ അഥവാ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ അത് പാലിക്കപ്പെടുകയായിരുന്നില്ല. രണ്ടാമത് നിങ്ങൾക്കുള്ളിലുള്ള ആഭ്യന്തര പ്രശ്നമല്ലേ ഈ തർക്കങ്ങളിലേക്ക് വീണ്ടും കൊണ്ടുപോയത്? നമ്മൾ ആഭ്യന്തര പ്രശ്നം നമുക്ക് അവരുടെ ആഭ്യന്തര പ്രശ്നം എന്റെ സംഘടന ആഭ്യന്തര പ്രശ്നമാണ്. 2 വ്യക്തിപരമായിട്ടുള്ള പ്രശ്നമൊന്നുമല്ല. അവർക്കും അവരുടെ പ്രശ്നമുണ്ട്. ഒരു 10-13 കൊല്ലമായിട്ട് അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സുഖം, ഒരു സുഖാതിൽ നഷ്ടപ്പെടുന്ന ഒരു വിഷമം അവർക്ക്. അതേസമയത്ത് 13 വർഷം മുമ്പേ 46 തിയേറ്ററിലെ 13 വർഷം മുമ്പേ ഉണ്ടാക്കിയ ഒരു എഗ്രിമെന്റ് ആണ്. അന്ന് 46 സെന്റർ ഉണ്ടായത്. അന്നുണ്ടാക്കിയത് ഇന്ന് വരുന്ന ടേംസ് 13 കൊല്ലം കൊണ്ട് എന്തൊക്കെ മാറ്റം വന്ന് ടിക്കറ്റ് ചാർജ് വേണ്ടി 3000 വർഷം വന്നു. അന്ന് ടിക്കറ്റ് ചാർജ് 30-40 റുപ്യാണ്. ഇന്ന് 100 റുപ്യാണ് നമ്മുടെ ഫെഡറേഷൻ മെമ്പേഴ്സ് വാങ്ങിക്കുന്നത്. ആ 46 സ്റ്റേഷൻ സ്ഥാനത്ത് 110 റീജിയൻ സെന്ററായി. അപ്പൊ അതിന്റെ എല്ലാം അധിക വരുമാനം കിട്ടുന്നത് ഈ ഡിസ്ട്രിബ്യൂട്ടേഴ്സിലാണ്. ആ തിയേറ്റർ വർധന കൊണ്ടും ടിക്കറ്റ് ചാർജ് വർധന കൊണ്ടാണ് 100-150 കോടി രൂപ ഈ പുലിമുരുകെല്ലാം വന്നത്. അല്ലെങ്കിൽ സാധാരണ പഴയ ടിക്കറ്റ് ചാർജും പഴയ തിയേറ്ററാണെങ്കിൽ
തിയേറ്റർ മോടി പിടിപ്പിച്ച് വന്ന് ജനങ്ങൾ തിയേറ്ററിലേക്ക് വന്നത്. അല്ല പഴയ ഓലപ്പുരയും മറ്റിലൊക്കെ തിയേറ്റർ ആൾക്കാരും ഇല്ല. അപ്പൊ അതല്ല അതിന്റെ ബെനിഫിറ്റ് അനുഭവിക്കുന്നത് പ്രൊഡ്യൂസേഴ്സ് ആണ്. നമുക്ക് 10 രൂപ ചാർജ് വർദ്ധിപ്പിച്ചാൽ നമുക്ക് കിട്ടുന്ന 3 രൂപയാണ്, ബാക്കി 7 രൂപ അവർക്കാണ് കിട്ടുന്നത്. അവരറിയാണ്ടാണ് ടിക്കറ്റ് ചാർജ് വർദ്ധിപ്പിക്കുന്നത്. ഒരിക്കലും ഒരു ഡിസ്ട്രിബ്യൂട്ടറോ പ്രൊഡ്യൂസറോ ടിക്കറ്റ് ചാർജ് വർദ്ധിപ്പിച്ച് അറിയില്ല. നമ്മൾ ജനങ്ങളെ ബുദ്ധിമുട്ടും മറ്റേ രാഷ്ട്രീയ പാർട്ടികളും ഈ യുവജന പ്രസ്ഥാനത്തിനെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് ടിക്കറ്റ് ചാർജ് വർദ്ധിപ്പിക്കുന്നത്. ആ ടിക്കറ്റ് ചാർജ് വർദ്ധിപ്പിച്ചാൽ സമരം ചെയ്യും, അതിനെ തരണം ചെയ്യണം. നേരത്തെ ഇക്കാര്യത്തിൽ ആ കാര്യത്തിൽ ടിക്കറ്റ് ചാർജ് വർദ്ധനയുടെ കാര്യത്തിലാണ് ഗവൺമെന്റ് ഇടപെടുന്ന പറയുന്നത്. ഒരേ നിരക്കിലാക്കണം ടിക്കറ്റ് ചാർജ്, എല്ലാ സ്ഥലത്തും ഒരേ നിരക്കിലാക്കണം. മാളിൽ 100 രൂപ ആക്കണം, ഇവിടെ 100 രൂപ ആക്കണം. അവിടെയാണ് ഗവൺമെന്റ് ഇടപെടേണ്ടത്. അത് നമ്മുടെ ഈ ബഡ്ജറ്റ് ഈ കാര്യത്തിലില്ല. ഈ കാര്യത്തിൽ ഗവൺമെന്റ് ഇട്ടിട്ടുണ്ട്. അവർക്ക് അറിയില്ലല്ലോ. അവർ രണ്ടു കൂട്ടും ഒരേ പിടിവാശി നിൽക്കുന്നത്. ഒരു വിട്ടുവീഴ്ച ചെയ്യില്ലെന്ന പോലീസിന്റെ ഭാഗത്ത് പറഞ്ഞു. നമ്മൾ വിട്ടുവീഴ്ച ചെയ്യാന്ന് പറഞ്ഞു, അവർ വിട്ടുവീഴ്ച ചെയ്യില്ലെന്ന് പറഞ്ഞു. ഇക്കാര്യത്തിൽ എല്ലാ തിയേറ്ററുകളിലും ഒരേ നിരക്ക് തന്നെ എന്ന ഏകീകൃത മാനദണ്ഡം എന്നാണോ താങ്കൾ ഉദ്ദേശിച്ചത്? അതെ, ഏകീകൃത ടിക്കറ്റ് ചാർജ് ഏകീകരിക്കണം, ടേംസ് ഏകീകരിക്കണം. അത് പക്ഷേ വ്യത്യസ്ത സാഹചര്യങ്ങൾ വിവിധ തിയേറ്ററുകളില്ലേ, അങ്ങനെ ഒരു ഏകീകരണം സാധ്യമാണോ? അല്ല, നോൺ AC തിയേറ്റർ മാത്രമല്ല, AC തിയേറ്റർ എല്ലാം ഇപ്പൊ മോടി പിടിപ്പിച്ച് കഴിഞ്ഞിപ്പോ. അതേസമയം നോൺ AC ഉണ്ട്, ഒരു 20% നോൺ AC തിയേറ്റേഴ്സ് ഉണ്ട്. അത് അവരും മോടി പിടിപ്പിച്ചോണ്ടൊക്കെയാണ്. ഈ അന്യഭാഷാ ചിത്രങ്ങൾ താങ്കളോട് നേരത്തെ തന്നെ സൂചിപ്പിച്ചപ്പോൾ താങ്കൾ പറഞ്ഞാണ് എല്ലാ ഭാഷയും ഇന്ത്യയുടെ ഭാഷയല്ലേ, നമുക്ക് അത്തരത്തിലുള്ള പ്രശ്നങ്ങളില്ല, വൈഡ് റിലീസിങ് നമ്മുടെ ചിത്രങ്ങളും അന്യ ഭാഷകൾ റിലീസ് ചെയ്യുന്നതാണ് എന്നൊക്കെ. പക്ഷെ എങ്കിൽ പോലും ഈ ഫെസ്റ്റിവൽ സീസണിൽ മലയാള സിനിമകൾക്ക് ലഭിക്കേണ്ടിയിരുന്ന വരുമാനം അവർ കൊണ്ടുപോകുന്നൊരു സാഹചര്യം കൂടി ഉണ്ടായിട്ടില്ലേ? ഇല്ല, ഇവിടെ ഇവരൊന്നും ഒരിക്കലും പറയാൻ പാടില്ല. പ്രത്യേകിച്ച് നിങ്ങളുടെ ചാനലിൽ ഇരുന്നിട്ട് അങ്ങ് സംസാരിക്കാൻ പാടില്ല. നമ്മുടെ ഇന്ത്യയിൽ നിർമ്മിച്ച പടങ്ങളാണ്. ഇന്ത്യ നമുക്ക് അങ്ങനത്തെ ഭാഷാ പ്രശ്നം നമുക്ക് പറയാൻ പാടില്ല. ആർക്കും പറയാൻ പറ്റുമോ? അല്ല, ശ്രീ ലിബർട്ടി ബഷീർ നാനാർത്ഥത്തിൽ ഏകത്വത്തെ ചോദ്യം ചെയ്തതോ വൈഡ് ഭാഷയെ ചോദ്യം ചെയ്തതൊന്നും അല്ല. നമ്മൾ ഗ്രാസ് റൂട്ട് ലെവലിലേക്ക് പോകുമ്പോൾ അങ്ങനെ ചില വസ്തുതകളുണ്ട്, അത് നമ്മൾ കണ്ടില്ല എന്ന് നടിച്ചുകൂടാ. കാരണം റിലീസിങ്ങിനെ സംബന്ധിച്ച് അങ്ങനെ ഇപ്പോഴും പുലിമുരുകൻ ചില തിയേറ്ററുകളിൽ ഓടുന്നുണ്ട്, കട്ടപ്പനയിലെ ഋതിക് റോഷൻ റിലീസിംഗ് ഇല്ലാത്തതുകൊണ്ട് ചില തിയേറ്ററുകളിൽ വലിയ പ്രദർശനം നടക്കുന്നുണ്ട്. അത്തരത്തിലുള്ള യാഥാർത്ഥ്യങ്ങൾ നമ്മൾ കാണാതിരുന്നുകൂടാ, അല്ല അതിനെ ചോദ്യം ചെയ്തൊന്നുമല്ല. അല്ല, അവിടെ ഈ പുലിമുരുകനും കട്ടപ്പന ദൃശ്യത്തിനും ഒരേ മുഖം മാറ്റാൻ വേണ്ടി ആവുന്ന ഈ പ്രൊഡ്യൂസർ അസോസിയേഷൻ ശ്രമിച്ചോക്കിനെ. പക്ഷെ അതിന്റെ പ്രൊഡ്യൂസേഴ്സ് കട്ടൻ തിയേറ്റർ നിന്നുകൊണ്ട് മാത്രം ഇന്ന് മലയാള ആ സിനിമ ഇന്നത്തെ തിയേറ്ററിൽ വെക്കുന്നത് അത് മാറ്റി നിർത്തിവെക്കാൻ വേണ്ടി അങ്ങേരെ ശ്രമിച്ചോക്കിനെ. അതിൽ പുലിമുരുകന്റെ പ്രൊഡ്യൂസർ കട്ടൻ തിയേറ്റർ ഒറ്റ മനസ്സോട്ട് നിന്നുകൊണ്ട് മാത്രം ആ സിനിമയുടെ തിയേറ്ററിൽ നിൽക്കുന്നത്. അല്ലെങ്കിൽ അത് എടുത്ത് മാറ്റിയിട്ട് മലയാള ഇൻഡസ്ട്രിയിൽ മലയാള സിനിമയെ കേരളത്തിൽ പ്രദർശിപ്പിക്കാത്ത രീതിയിലേക്ക് സംഘടന കൊണ്ടുപോയത്. പക്ഷെ ഇവർ തന്റെ അടുത്തോടെ പിടിച്ചു നിന്നുകൊണ്ട് ആ പടം നിൽക്കുന്നു. 3 പടങ്ങളും ഇപ്പം അവർക്ക് മെച്ചായി. ഈ ഫെസ്റ്റിവലിന്റെ ഗുണം അവർക്ക് കിട്ടി, ഈ 3 പടക്കാർക്കും. ഏതൊക്കെ സിനിമകൾക്ക്? ഈ പുലിമുരുകൻ, കട്ടപ്പന ദൃശ്യദോഷൻ, ഒരേ മുഖം, ഈ 3 പടമാണ് ഇപ്പൊ മലയാള പടം കേരളത്തിലെ തിയേറ്ററിൽ ഇടുന്നത്. അതെ, അത് വേറെ റിലീസിംഗ് ഇല്ലാത്തതുകൊണ്ട് അതിനുശേഷം അപ്പൊ അതിന്റെ ഗുണം അവർക്ക് കിട്ടിയല്ലോ. ആൾക്കാര് ആ പടം കാണുന്നില്ല ഫെസ്റ്റിവലിന്. പക്ഷെ അതിനുശേഷം റിലീസ് ചെയ്ത ദംഗലടക്കമുള്ള സിനിമകൾ ഇനീഷ്യൽ കളക്ഷൻ ശ്രദ്ധിച്ചാൽ മതി. അതുണ്ടത് സ്വാഭാവികമായിട്ട് ഈ പടക്കെ എന്തായാലും ഈ പടം 4 പടം റിലീസ് ചെയ്താലും രംഗന്റെ ഇനീഷ്യൽ എവിടെയും പോവില്ല. അതിൽ ഒരു ആമീർ ഖാന്റെ പടത്തിന് കേരളത്തിൽ എപ്പോ ഒരു പ്രഫറൻസ് ഉണ്ട്. ആ ഷെയറൊന്നും എവിടെയും പോയിട്ടില്ല. ഈ 4 പടങ്ങളും ഇപ്പൊ ഇവർക്ക് വേണ്ടി നഷ്ടപ്പെടുമ്പോൾ ഈ 4 പടങ്ങളും ഈ കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് കിട്ടിയ പബ്ലിസിറ്റിക്ക് മാക്സിമം മിനിമം 2-3 കോടി ഉറപ്പ് കൊടുക്കണം. ഇത്രയും പബ്ലിസിറ്റി കിട്ടാൻ വേണ്ടി അത് എപ്പോ ചെയ്താലും ഈ കലക്ഷൻ കിട്ടും. അത്ര ഒരു മോശം പടം ഒന്നുമില്ല. എപ്പോ റിലീസ് ചെയ്താലും ഈ കലക്ഷൻ എവിടെയും പോകാൻ പറ്റില്ല. ഈ ക്രിസ്മസിന്റെ ആ 2 ദിവസം ഒരു 2 ദിവസം ലീവാണ്. ഒരു വലിയൊരു വെക്കേഷൻ അല്ല ക്രിസ്മസ്. യെസ്, വളരെ നന്ദി ലിബർട്ടി ബഷീർ ഈ അവസരത്തിൽ ടെലിഫോൺ ലൈനിൽ പ്രതികരിച്ചതിന്. ടോമിച്ചൻ മുളകുപാടം അദ്ദേഹം നിലവിൽ ടെലിഫോൺ ലൈനിലുണ്ട് എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശ്രീ ടോമിച്ചൻ മുളകുപാടം ടെലിഫോൺ ലൈനിലുണ്ടല്ലോ അല്ലേ? ഹലോ, താങ്കൾ ടെലിഫോൺ ലൈനിലുണ്ടല്ലോ അല്ലേ? മറ്റു റിലീസിംഗ് ഒന്നും കാര്യമായി ഇല്ലാത്തത് കൊണ്ട് തന്നെ താങ്കൾക്ക് വലിയ നേട്ടമാണ് ഇക്കാര്യത്തിൽ ഉണ്ടായിട്ട്. കാരണം പുലിമുരുകൻ ഇപ്പോഴും നിറഞ്ഞ സദസ്സിൽ തന്നെയാണ് പ്രദർശനം തുടരുന്നത്. അതൊരു ഘടകം. അക്കാര്യം ആശ്വാസജനകമായ സാഹചര്യമാണ് എങ്കിൽ പോലും വലിയ പ്രതിസന്ധി മറ്റു മേഖലകളിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് കൂടി നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. ഇക്കാര്യത്തിൽ ശാശ്വതമായൊരു പരിഹാരം എന്നതിന്റെ സാധ്യത താങ്കൾ കാണുന്നത് എങ്ങനെയാണ്? അത് തീർച്ചയായിട്ടും ഉണ്ടാവും. ഈ പെർസെന്റേജ് എന്നുള്ളത് അവര് ചർച്ച ചെയ്ത് എനിക്ക് തോന്നുന്നു ഗവൺമെന്റുമായിട്ട് ഒരു നീക്കമൊക്കെ ഉണ്ടാകും. ഈ ക്ലാസ് ഇപ്പൊ ബഷീർ അവിടെ പറഞ്ഞല്ലോ, തിയേറ്ററുകാരുടെ കളക്ഷൻ ഈ AC തിയേറ്ററുകാർക്കെല്ലാം ഏകീകൃതമാക്കണം എന്ന് പറഞ്ഞല്ലോ. അത് എങ്ങനെ ഏകീകൃതമാക്കും? നിങ്ങൾ തിരുവനന്തപുരം പോലെ കാസർഗോഡ് വരെ നടന്നു നോക്കി ഓരോ തിയേറ്ററുകാരുടെ AC തന്നെ പേരില്ലാതെ ഓരോ തിയേറ്ററിന്റെ ക്വാളിറ്റി നോക്കേ. ആ ഗ്രേഡ് അനുസരിച്ച് റേറ്റ് നമുക്ക് തീരുമാനിക്കാം. ഓക്കെയാണ്.
തിരുവനന്തപുരം മുതലേ നമ്മൾ കാസർഗോഡ് വരെ പോവുകയാണെങ്കിൽ ഇത്രയേ പന്ന തിയേറ്ററിൽ AC ആണ്. പക്ഷെ ആൾക്കാർക്ക് കയറാൻ വല്ലാത്ത മൂക്കു അടച്ചുകൊണ്ടല്ല കയറാൻ പറ്റുന്ന തിയേറ്ററുകൾ ഒത്തിരി ഉണ്ട്. അവിടെയൊക്കെ ഈ കൊടുക്കുന്ന ഈ റേറ്റ് ആണ് ആൾക്കാർ കൊടുക്കുന്നത്. അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് യോജിക്കാൻ പറ്റത്തില്ല, ഏകീകൃത ഒന്നും കൊടുക്കാൻ പറ്റത്തില്ല. അതിനൊരു ഗ്രേഡ് വെച്ചിട്ട്, തിയേറ്റർ ഗ്രേഡ് വെച്ചിട്ട് ഗ്രേഡ് അനുസരിച്ച് റേറ്റ് വെക്കാം. അങ്ങനെ അതുപോലെ പറഞ്ഞു 100 രൂപ കിട്ടിയാൽ 70 രൂപ ഞങ്ങൾക്കാണ് കിട്ടുന്നത്, അവർക്ക് 30 കിട്ടുന്നത്. അത് തെറ്റാണത്. ഞങ്ങൾക്ക് ഫസ്റ്റ് വീക്കിലാണ് ഞങ്ങൾക്ക് 60 രൂപ കിട്ടുന്നത്, 60% ഞങ്ങൾക്ക് വരുന്നത്. അത് ടൈറ്റ് കഴിഞ്ഞിട്ടാണ് 60% വരുന്നത്. സെക്കൻഡ് വീക്ക് മുതൽ 50% കിട്ടുന്നത്, 60 അല്ല. ബാക്കി അവർക്കാണ് കിട്ടുന്നത്. ഒരു ആഴ്ചത്തെ കാര്യത്തിലാണ് ഈ പിടിക്കുന്നത്. ഇക്കാര്യത്തിൽ ഒരു ഏകീകൃതമായ മാനദണ്ഡം നിർദ്ദേശിക്കുകയാണെങ്കിൽ തിയേറ്ററുടെ കാര്യത്തിൽ ഈ ക്ലാസിഫിക്കേഷൻ നടത്തുമ്പോൾ താങ്കൾ നിർദ്ദേശിക്കുന്ന അല്ലെങ്കിൽ മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശം എന്തായിരിക്കും? അല്ല, ക്ലാസിഫിക്കേഷൻ നമ്മളൊക്കെ എല്ലാവരും അങ്ങനെ പറയുന്ന ഒരു കാര്യമാണ്. ക്ലാസിഫിക്കേഷൻ വെക്കുകയാണ് തിയേറ്ററിന്റെ ആ റേഞ്ച് കൂടും, ആൾക്കാർ കാണാൻ. നല്ല തിയേറ്ററാണ്, ആൾക്കാർ സിനിമ കാണാൻ വരും. അപ്പൊ നമുക്കും കളക്ഷൻ കൂടുതൽ കിട്ടും. നല്ല തിയേറ്ററാണ്, ആൾക്കാർ വരും, നമുക്കറിയാതെ. നല്ല തിയേറ്ററിൽ ഏത് സിനിമ കണ്ടാലും ആൾക്കാർ കാണാം. അപ്പൊ നമുക്കും കളക്ഷൻ കൂടും. അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. വളരെ നന്ദി ടോമിച്ചൻ മുളകുപാടം ടെലിഫോൺ ലൈനിൽ പ്രതികരിച്ചതിനൊപ്പം ലിബർട്ടി ബഷീർ ഞങ്ങളുടെ പ്രതിനിധി സമീർ വഴങ്ങോട് കൂടി ചേരുന്നു. സമീർ, സമീറിലേക്ക് അല്പസമയത്തിനകം തിരിച്ചെത്താം. എന്തായാലും വലിയ തരത്തിലുള്ള പ്രതിസന്ധിയാണ് ഇക്കാര്യത്തിൽ മലയാള സിനിമാ മേഖലയിൽ പൊതുവിൽ ഉണ്ടാകുന്നത്. നോട്ട് പ്രതിസന്ധിയും തിയേറ്ററുകളിൽ ഈ ടിക്കറ്റ് ചാർജ് നേരിയ തോതിൽ ടിക്കറ്റ് ചാർജ് കൂട്ടിയ സാഹചര്യം കൂടി ഉണ്ടായപ്പോൾ ഒരു പരിധിവരെ തിയേറ്ററിൽ നിന്ന് ഈ പ്രേക്ഷകരെ അകറ്റുന്നൊരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. ആ ഘട്ടത്തിലാണ് ഇത്തരത്തിൽ പുതിയൊരു പ്രതിസന്ധി മലയാള സിനിമയിൽ ഈ ഘട്ടത്തിൽ ഉടലെടുക്കുകയും കൂടി ചെയ്തിട്ടുള്ളത്. മണ്ഡല മഹോത്സവത്തിന് സമാപനം കുറിക്കുന്ന മണ്ഡലപൂജ നാളെ നടക്കും. 22-ന് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്നും തിരിച്ച തങ്കയങ്കി വിവിധ ക്ഷേത്രങ്ങളിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി ഇന്ന് സന്നിധാനത്തെത്തും. ശരംകുത്തിയിലെത്തുന്ന തങ്കയങ്കിയെ ദേവസ്വം അധികൃതർ സ്വീകരിച്ച് ആനയിച്ച് കൊടിമരച്ചുവട്ടിലെത്തിക്കും. തുടർന്ന് ക്ഷേത്രതന്ത്രിയും മേൽശാന്തിയും ചേർന്ന് സ്വീകരിച്ച് ശ്രീകോവിലിൽ എത്തിച്ച് തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധന നടക്കും. നാളെ ഉച്ചയ്ക്ക് 12-നും 12:15-നും ഇടയ്ക്കുള്ള മുഹൂർത്തത്തിലാണ് മണ്ഡലപൂജ. രാത്രി ഹരിവരാസനം പാടി നടയടയ്ക്കും. 3-ന് 30-ന് വൈകിട്ട് 5-ന് മകരവിളക്ക് മഹോത്സവത്തിനായി നട വീണ്ടും തുറക്കും.